സങ്കീർത്തനങ്ങൾ അധ്യായം 55. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ അപേക്ഷയെ കുറിച്ച് മൗനമായിരിക്കരുതേ. എന്നെ കേട്ട് എൻ്റെ നിലവിളിങ്കലേക്ക് തിരിയണമേ. എന്റെ വൈരികൾ നിമിത്തമായും ദുഷ്ടന്റെ ഞെരുക്കം കേതുമായും എന്നെ കേൾക്കണമേ. എന്തെന്നാൽ ദുഷ്ടന്മാർ എന്റെ നേരെ തുനിഞ്ഞിറങ്ങി എന്നെ ഉപദ്രവിച്ചു. എനിക്ക് ഭയം തട്ടി മരണനിഴലുകൾ എന്നെ മൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുകൾ കിട്ടിയെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഞാൻ ദൂരെ പറന്ന് മരുഭൂമിയിൽ വസിക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നവനായി ഞാൻ കാത്തിരുന്നു. എന്റെ കർത്താവേ, അവരുടെ നാവുകളുടെ വികടത്വത്തെ അമർത്തണമേ. എന്തെന്നാൽ പട്ടണത്തിൽ ശണ്ടയും വ്യവഹാരവും ഉണ്ടെന്ന് ഞാൻ കണ്ടു. പകലും രാവും അവർ അതിൻ്റെ കോട്ടകളെ ചുറ്റിയിരിക്കുന്നു. വഞ്ചനയും ദുഷ്ടതയും ദുർഗുണവും അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. അതിൻ്റെ തെരുവീഥികളിൽ നിന്ന് ദുഷ്ടതയും വഞ്ചനയും മാറിപ്പോകുന്നില്ല. എന്നെ നിന്ദിച്ചത് എൻ്റെ ശത്രുവല്ല. അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എനിക്ക് വിരോധമായി എഴുന്നേറ്റത് എന്നെ പകയ്ക്കുന്നവനുമല്ല. അങ്ങനെയെങ്കിൽ ഞാൻ അവരിൽ നിന്ന് ഒളിക്കുമായിരുന്നു. നീയോ എന്നെ പോലെയുള്ള മനുഷ്യനും എനിക്കടുത്തവനും എൻ്റെ പ്രാണ സ്നേഹിതനുമാകുന്നു. നാം ഐക്യതയോടെ ദൈവഭവനത്തിൽ വെച്ച് ഒരുമിച്ച് മുത്താഴം കഴിച്ചിട്ടുണ്ടല്ലോ. നീ അവരുടെ മേൽ മഹാമാരി വരുത്തണമേ. അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. എന്തെന്നാൽ അവരുടെ ഉള്ളിൽ അകൃത്യമുണ്ട്. ഞാനോ ദൈവത്തെ വിളിക്കും. ദൈവം എന്നെ രക്ഷിക്കും. ഞാൻ സന്ധിക്കും കാലത്തും ഉച്ചയ്ക്കും ധ്യാനിച്ചും വിലപിച്ചും എൻ്റെ ശബ്ദം കേൾപ്പിക്കും. എന്നോട് കൗശല ബുദ്ധി പെരുമാറുന്നവരിൽ നിന്ന് എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ. എന്തെന്നാൽ അവർ എന്നോട് തർക്കത്തിൽ ആയിരിക്കുന്നു. ലോകങ്ങൾക്കും മുമ്പേയുള്ളവനായ ദൈവം കേട്ട് അവരെ താഴ്ത്തും. അവർക്ക് ഒഴികഴിവില്ല. അവർ ദൈവത്തെ ഭയപ്പെട്ടില്ല. അവർ തങ്ങളുടെ സമീപസ്ഥന് വിരോധമായി കൈനീട്ടി. അവർ തൻ്റെ ഉഭയസമ്മതത്തെ ലംഘിച്ചു. തൻ്റെ മുഖത്തുള്ള കോപം കൊണ്ടും തൻ്റെ ഹൃദയത്തിലെ ക്രോധം കൊണ്ടും അവർ ഭ്രമിച്ചുപോയി. അവന്റെ വചനങ്ങൾ എണ്ണയേക്കാൾ മൃദുവായുള്ളവയാകുന്നു, എങ്കിലും അവ അസ്ത്രങ്ങളാകുന്നു. നിന്റെ ചിന്താഭാരം കർത്താവിങ്കൽ സമർപ്പിക്ക. താൻ നിന്നെ പരിപാലിക്കും. തൻ്റെ പുണ്യവാന്മാർക്ക് താൻ ഒരു നാളും ചഞ്ചലം വരുത്തുകയില്ല. ദൈവമേ, രക്തം ചിന്തുന്നവരും വഞ്ചകന്മാരുമായ മനുഷ്യരെ നാശക്കുഴിയിലിറക്കണമേ. അവരുടെ ദിവസങ്ങൾ തികയരുതേ. ഞാനോ നിന്നിൽ ആശ്രയിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോ